ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വയനാടിൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മളൊരു 9 മണിയാകുമ്പോൾ വയനാട് എത്തി. ന്യൂ ഫോം റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോയത് കാരപ്പുഴ ഡാം പാർക്കിലേക്കാണ്. അതൊരു അഡ്വഞ്ചർ പാർക്കാണ്. നമ്മളിതിൽ ഉള്ളിൽ കയറാൻ നിൽക്കുമ്പോൾ അമ്മയിലാടെ എന്തോ വലിയ ഡിസ്കഷൻ നടത്തുന്നുണ്ട്, എന്തെന്നറിയില്ല. നമ്മളുണ്ടല്ലോ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു ഗാർഡനാണ് അവിടെ കാണുന്നുള്ളത്. കുറച്ചും കൂടി അങ്ങോട്ടേക്ക് നടക്കുമ്പോൾ ഈ പച്ചപ്പുല്ല് കൊണ്ട് മൃഗങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇത് ഉറക്ക ക്ഷീണം കൊണ്ട് ഒരാൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ കയറിയത് നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരുതാണ് അതിനെ എന്ത് പറയാൻ, ഞങ്ങൾ പറയൽ ജാർ വണ്ടി എന്നാണ് പറയൽ. എല്ലാവരും കയറി, പിള്ളേരും അമ്മമാരെല്ലാവരും കയറി. ഒരാൾക്ക് ഭയങ്കര പേടിയുണ്ടായി, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നല്ല എൻജോയ് ആക്കിയിട്ടുണ്ട്. വേറെ കുറേ റൈഡെല്ലാം ഉണ്ടായി. രാവിലെ ഫ്രഷപ്പ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് എല്ലാവർക്കും ഉറക്കമൊന്നും നേരെ കിട്ടാത്തതുകൊണ്ട് രാവിലെ തന്നെ കയറുന്നില്ല പറഞ്ഞ് റൈഡിൽ പിള്ളേരെ മാത്രമേ കയറിയിട്ടുണ്ട്. എനിക്ക് സിപ്പ് ലൈനിൽ കയറണം തന്നെ ഉണ്ടായി, പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാവിലെ ഫ്രഷൊന്നും ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണം. അങ്ങനെ നേരെ റിസോർട്ടിൽ പോയിട്ട് തന്നെ ഫ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ റൂമും കാര്യങ്ങളൊന്നും എടുക്കാത്തത്. പിന്നെ നമ്മൾ 3D സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി. ആദ്യം കുറച്ചാൾ പോയി, പിന്നെ കുറച്ചാൾ പോയി. സൂപ്പർ. ഇവരെ സൗണ്ട് കേട്ടീനാ? എങ്ങനെയുണ്ട്? സൂപ്പർ. അവർ പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല 3D സിനിമ. ഞാൻ വിചാരിച്ച പോലെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോഴത്തെ ട്രെൻഡിങ് റീലായതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് ചെയ്തതേ ഉള്ളൂ. അതെൻ്റെ ചെറിയ അമ്മയാണ് ഡ്രൈവറായിട്ടുള്ളത്. നേരായിട്ടൊന്നുമില്ല, ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ പോയത് റിസോർട്ടിലേക്കായിരുന്നു. റിസോർട്ടിൻ്റെ പേര് കാന്താപുര റിസോർട്ട്, അങ്ങനെ എന്തോ ആണ്. നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അവിടെ മുകളിൽ പോയാൽ നല്ല വ്യൂ കാണുമെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത്. പിന്നെ ട്രക്കിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രക്കിങ്ങിനൊന്നും നമ്മൾ പോയില്ല, വൈകുന്നേരം വ്യൂ കാണാൻ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഷട്ടിൽ കോട്ടൊക്കെ ഉണ്ട്. നമ്മൾ ആടെ മുറ്റത്ത് തന്നെ നിന്നിട്ട് ഷട്ടിൽ കളിച്ച്, കോട്ടിലൊന്നും പോയില്ല. പിന്നെ ആ സൈഡ് കാണുന്നത് ഡ്രൈവർമാർക്കുള്ള റൂം, അത് നല്ല റൂമാണ്. ഇപ്പം നമ്മൾ പോകുന്നത് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. മുകളിൽ ഇതിനേക്കാളും ലേറ്റായിട്ട് പോയാലാണ് വ്യൂ കാണുന്നതെന്ന് പറഞ്ഞത്. നമ്മൾ കുറച്ച് വേഗം പോയി. ഇത് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മാമൻ 2 ഡാൻസിങ് സ്റ്റെപ്പ് പഠിപ്പിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ രാത്രി ആയപ്പോൾ എല്ലാവരും പാട്ടും ഡാൻസും അങ്ങനെയെല്ലാം ആയിട്ട് സമയം പോയി. പിന്നെ രാത്രിത്തെ ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കാതെ മുമ്പേ പ്ലാൻ ചെയ്തതാണ്. രാവിലത്തെ ഫുഡ് റിസോർട്ടിൻ്റെ ആടുന്ന് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാത്രി നമ്മൾ തന്നെ ഉണ്ടാക്കാം. അതൊരു വൈബല്ലേ എന്ന് വെച്ച് നമ്മൾ തന്നെ ഉപ്പയോ അതെല്ലാവർക്കും ഇത് സഹായം. നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. പിന്നെ പാട്ട് വെച്ചിട്ട് എൻ്റെ മോള് പിന്നെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇത് കഴിഞ്ഞ് എല്ലാവരും പൂളിലൊക്കെ ഇറങ്ങാൻ തുടങ്ങി. പൂളിലൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ക്യാമ്പ് ഫയർ ഉണ്ടായത്. ക്യാമ്പ് ഫയർ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ അതിന് മുമ്പ് പൂളിലൊക്കെ ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് എല്ലാവരും ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാനും അമ്മായിയാണ് പൂളിലൊക്കെ ആദ്യം ഇറങ്ങിയത്. പിന്നെ ഒരാളായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇത് അമ്മായിൻ്റെ ചെറിയ മോനെ നീന്താൻ പഠിപ്പിക്കുന്നതാണ്. വലിയ മോനെ പഠിപ്പിക്കാൻ തുടങ്ങി ഭയങ്കര പേടി. അങ്ങനെ ചെറിയ മോനെയാണ് പഠിപ്പിച്ചത്. പിന്നെ ഇതെൻ്റെ മോളെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായി പൂളിലിറക്കണമെന്ന്, പിന്നെ വേണ്ടാന്ന് വെച്ച്. എൻ്റെ ഹസ്ബൻഡ് മോളെ പൂളിലൊക്കെ ഇറക്കി. തിരിച്ച് കയറ്റും ഭയങ്കര കരച്ചിൽ, അതിന് ഇറങ്ങണം. പിന്നെ കുഞ്ഞായതുകൊണ്ട് അത്രേ പൂളിൽ നിർത്തിച്ചിട്ടുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് വീഡിയോ ആഡ് ആക്കിയിട്ടുണ്ടെന്ന്. അത് പൂളിൽ ഇറങ്ങുന്നതിനേക്കാളും മുമ്പ് എല്ലാവരും കളിച്ചതാണ്. നടുവിൽ നിൽക്കുന്നത് തന്നെ എൻ്റെ മൂത്ത മാമൻ. ആ ആൾ ഭയങ്കര ഡാൻസറാണ്. ഇപ്പോൾ കളിക്കാതെ കുറേ ആയി, പക്ഷെ നല്ല ഡാൻസറാണ്. ബാക്കിൽ എൻ്റെ ഹസ്ബൻഡ്, അതിനിപ്പുറത്ത് ബ്രൗൺ കളർ ടീഷർട്ടിട്ടുള്ള എൻ്റെ ഏട്ടൻ, അതിൻ്റെ മുമ്പിലുള്ളത്
ഏട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. അത് മുമ്പ് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ കണ്ടവർക്കും മനസ്സിലാവും. അതിൻ്റെ ഇപ്പുറത്തുള്ള ചെറിയ പെണ്ണുഞ്ഞ് എൻ്റെ ആ മാമൻ്റെ മൂത്ത മാമൻ്റെ മോള്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ ഏട്ടൻ്റെ മദർ ഇൻ ലോ ആണ്. അങ്ങനെ ഇന്നത്തെ രാത്രിത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ക്യാമ്പ് ഫയറും രാത്രിത്തെ ഫുഡിൻ്റെ വീഡിയോ ഞാൻ ആഡ് ആക്കിയിട്ടില്ല. അപ്പം ലാസ്റ്റ് ഡേ ആണ് നാളെ. ആ നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബായ്.